ആനയിടഞ്ഞ് 3 പേർ മരിച്ച കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ സന്ദർശനം നടത്തുകയാണ്. മരിച്ചവരുടെ വീടുകളും ശശീന്ദ്രൻ സന്ദർശിക്കും. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, കഴിഞ്ഞ ദിവസം വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിൽ നാട്ടാന പരിപാലന ചട്ടമടക്കം പാലിക്കപ്പെട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടി. ആ വിഷയത്തിലൊക്കെ മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ പരിപാടികൾ? തീർച്ചയായും ലക്ഷ്മി ശർമ്മ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ടുകളൊക്കെ തന്നെ വകുപ്പും അതോടൊപ്പം സർക്കാരും ഒക്കെ തന്നെ തേടിയൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ നാട്ടാന ലംഘനമൊക്കെ തന്നെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സൂചനകളൊക്കെ തന്നെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനുശേഷമുള്ള വനമന്ത്രിയുടെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ വനംവകുപ്പ് മന്ത്രിയായിരിക്കുന്ന എ.കെ. ശശീന്ദ്രൻ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളാണ് പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഈ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ 2 ആനകളുടെ ഈ ഒരു പ്രശ്നമുണ്ടാകുന്നതും പിന്നീട് 3 പേർ മരിക്കുകയും 31ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. അതിനകത്ത് വനംവകുപ്പ് മന്ത്രി ഏറെ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം പ്രതികരണങ്ങൾക്കും ഒക്കെ തന്നെ ഭാഗമാകാനിടയായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു അപകടം നടന്ന ക്ഷേത്രവും പരിസരവും ഒക്കെ തന്നെ ഇന്ന് മന്ത്രി സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മരണമടഞ്ഞ 3 പേരുടെ വീട്ടുകാരെയും ഇന്ന് വനംവകുപ്പ് മന്ത്രി സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. കേസെടുത്ത ഈ ഒരു സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് കേസെടുക്കുകയും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BNS 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിച്ചതിൽ നാട്ടാന പരിപാലന ചട്ടങ്ങൾ ലംഘിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായും ക്ഷേത്രത്തിന് ആനയെ എഴുന്നള്ളിക്കുന്നതിന് അനുമതി റദ്ദാക്കാനും ഒക്കെയായിട്ട് വനം കൺസർവേറ്റർ എ.കെ. ശശീന്ദ്രന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയൊക്കെ തന്നെ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഇന്നലെ നമ്മളെ അറിയിച്ചതാണ്. അതോടൊപ്പം ഇന്ന് ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം ഈ സ്ഥലവും പരിസരവും ഒക്കെ തന്നെ സന്ദർശിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എന്താണ് ഇവിടെ സംഭവിച്ചത് ചർച്ചകൾ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നടപടികളൊക്കെ തന്നെ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രതികരണം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നാട്ടാന ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നടപടികളാണ് ഇനി ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് കണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന ക്ഷേത്രം കൃത്യമായി സന്ദർശിക്കുകയും അതോടൊപ്പം കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള നാട്ടുകാരോടും ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും ഒക്കെ തന്നെ അറിയുന്നൊരു സാഹചര്യമാണ്. ഇതിനുശേഷം ഈ സംഭവം ഉണ്ടായി 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ലീല, അമ്മൂമ്മ, അതോടൊപ്പം രാജൻ. ഈ 3 ആളുകളുടെയും വീട്ടുകാരുമായി സംസാരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി പത്മ. വനം മന്ത്രി ഇപ്പോൾ ആനയിടഞ്ഞ് ആളുകൾ മരിച്ച ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് വനം മന്ത്രി എത്തിയിരിക്കുന്നത്. ലിനറ്റ് വർഗീസ് തുടരുന്നുണ്ട്. ലിനറ്റ്, റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. നടപടിയിലേക്ക് എപ്പോഴായിരിക്കും നീങ്ങുക? തീർച്ചയായും ഇന്ന് തന്നെ അതിനുള്ള പ്രതികരണങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി അറിയിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം റിപ്പോർട്ടുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്താൻ ഇന്നലെ ഈ കൊയിലാണ്ടി പോലീസ് ഈ അസ്വാഭാവിക മരണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റിപ്പോർട്ട് ഏറെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അമ്പലത്തിലെ തന്നെ മേൽശാന്തി നമ്മൾക്ക് തന്ന പ്രതികരണ
മനസ്സിലാക്കാവുന്നത് ഈ ആന എഴുന്നള്ളിപ്പ് ആചാരങ്ങളിലില്ല എന്നും അത് ഏതിന്റെ ഭാഗമാണെന്ന് എന്നൊക്കെ തന്നെ ചോദിക്കുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ അതായത് ഈ ഒരു മേൽശാന്തിയൊക്കെ തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ആനയെ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പുകളൊക്കെ നടത്തുന്നത് ഇതൊക്കെ അനിവാര്യമാണോ, തുടരേണ്ട കാര്യമാണോ എന്നുള്ളത് പോലും ചർച്ചയാകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ ഈ വലിയൊരു അപകടമുണ്ടായി 3 പേർ മരിച്ച് 30ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്, ഈ പരിക്കേറ്റവരൊക്കെ തന്നെ. ഇപ്പോൾ തീർച്ചയായും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഉടൻ തന്നെ ആനയെ തളച്ചതുകൊണ്ട് വലിയ ദുരന്തം, അതായത് ഒരുപാട് പേർ മരിക്കുന്ന തരത്തിലൊക്കെ ഉള്ള ദുരന്തം ഒഴിവായിട്ടുണ്ട്. എങ്കിൽ പോലും 3 പേരാണ് ഈ ആന ഇടഞ്ഞത് മൂലം മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളിപ്പുകളൊക്കെ വേണമോ എന്ന തരത്തിലുള്ള ചർച്ച സമൂഹത്തിൽ ശക്തമാകുന്നുണ്ട്. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ പങ്കുവച്ചത് ക്ഷേത്രത്തിൽ നിന്ന്.